നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹുമാന്യരെ, സഹോദരീ സഹോദരന്മാരെ, കേരളത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു അധ്യായമാണ് ഇന്നത്തോടുകൂടി തുറന്നിരിക്കുന്നത്. ഇവിടെ നമ്മോടൊപ്പം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി എത്തിച്ചേർന്നു എന്നത് നമുക്കെല്ലാം സന്തോഷം പകരുന്ന കാര്യമാണ്. അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ഇത് പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ്. നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഒരു മനുഷ്യജീവിയും വിശപ്പിൻ്റെയോ കൊടും ദാരിദ്ര്യത്തിൻ്റെയോ ആഘാതത്തിൽ വീണുപോകില്ല എന്ന് നമ്മുടെ നാട് ഉറപ്പാക്കുന്ന ചരിത്ര മുഹൂർത്തത്തിൽ ഇതിൽ ഭാഗമാക്കാവുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ഇതിനാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. ഐക്യ കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് 69 വർഷം തികയുന്ന മഹത്തായ ദിനമാണിന്ന്. നമ്മുടെ ഏവരുടെയും സ്വപ്ന സാക്ഷാത്കാരം ഈ ദിനത്തിൽ തന്നെയാകുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത്. ഈ നാടിൻ്റെ ആകെ സഹകരണത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഇനി തുടരേണ്ട കാര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടുകയും നേതൃത്വം വഹിക്കുകയും ചെയ്തത് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. എല്ലാവരും ഒരേ മനസ്സോടെ അതിൽ സഹകരിച്ചു എന്നതാണ് ഞങ്ങളുടെ അനുഭവം. ഒരു ഘട്ടത്തിലും എന്താ അങ്ങനെയൊരു നിലപാടെടുത്തത് എന്ന് ആരെക്കുറിച്ചും ഒരു സ്ഥാപനത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അത്രമാത്രം സഹകരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അവസാനം ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് നടന്നത്. ആ യോഗത്തിൽ ഞങ്ങളുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരവതരണമുണ്ടായി. അതിൽ 64,006 കുടുംബങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി
2005 കുടുംബങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കഴിഞ്ഞു. ഒരു കുടുംബമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിന് ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കേണ്ടതുകൊണ്ടാണ് മന്ത്രിസഭയുടെ മുന്നിൽ അത് വന്നത്. ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു. അതോടെ തയ്യാറാക്കിയ വെബ്സൈറ്റിൽ ബാക്കിയുണ്ടായിരുന്ന 1 എന്ന സ്ഥാനത്ത് 0 എന്ന് വന്നു. ഞങ്ങളെല്ലാം കണ്ടു നിൽക്കെ തന്നെ 64,006 കുടുംബങ്ങളും അതിദാരിദ്ര്യമുക്തമായതായി സാക്ഷ്യപ്പെട്ടു കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ആ ജില്ലയിൽ നടന്നുവെന്നാണ്. പിന്നീട് അത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അതീവ സന്തുഷ്ടരായി. എല്ലാവരും സന്തോഷിക്കുന്ന കാര്യമാണ്. അതിൽ ഭാഗഭാക്കായി എന്നതും മനസ്സിലാക്കുകയാണ്. ഇത് പറഞ്ഞത് ഇതൊരു തട്ടിപ്പല്ല, യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. നിർഭാഗ്യകരമായ ഒരു പരാമർശം ഇന്ന് കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. എന്നാൽ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. എല്ലാവരുടെയും സഹകരണമുണ്ടായിരുന്നു. എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിച്ചിട്ടുണ്ട്. നല്ല നില നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് നാടിൻ്റെ ഒരുമയും ഐക്യവും കൊണ്ടാണ്. ആ ഒരുമയും ഐക്യവുമാണ് നമ്മെ അസാധ്യം എന്നൊന്നില്ല എന്ന് അനുഭവത്തിലൂടെ തെളിയിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ഇവിടെ പറയുകയുണ്ടായി 2021 ആദ്യ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത വിഷയമാണിത്. ശരിയാണ്. ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമുണ്ടായിരുന്നു. അതും ഇതുപോലെ വ്യാപകമല്ലെങ്കിലും കേരളത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്ന, പലരുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ചില അടിയന്തര സാഹചര്യം വന്നു. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കേണ്ടി വന്നു. അതിനീടായി സ്വന്തം വീട് കൊടുക്കും. പക്ഷേ പലവിധ കാരണങ്ങളാൽ അടക്കാൻ കഴിയാതെ വരുമ്പോൾ, തിരിച്ചടവ് മുടങ്ങുമ്പോൾ ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് നീങ്ങുന്നു. അതിൻ്റെ ഭാഗമായി ഇത്തരം കിടപ്പാടങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ ഒഴിവാക്കുന്നു. നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, കേരളത്തിലെ വീട് ആഗ്രഹിക്കുന്ന, അതൊരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം, അതിനുവേണ്ടിയാണ് നമ്മൾ ലൈഫ് മിഷൻ ആരംഭിച്ചത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ 4,70,000-ഓളം വീടുകൾ യാഥാർത്ഥ്യമായി അവിടെ ആളുകൾ താമസിക്കുകയാണ്, കുടുംബം താമസിക്കുകയാണ്. അങ്ങനെയൊരു നാട്ടിൽ ഈ പറയുന്ന ഗണത്തിൽപ്പെട്ട ഒരു കൂട്ടര് പുതുതായി വീടില്ലാത്തവരുടെ പട്ടികയിലേക്ക് വരുന്നു. അപ്പോൾ ഏക കിടപ്പാടം സംരക്ഷിക്കണം എന്ന കാര്യം ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്തു.
ഒരുപാട് നിയമപ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എല്ലാവരും വിവിധ ഘട്ടങ്ങളിൽ പരാമർശിച്ച സർഫാസി ആക്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ മറികടക്കുമെന്നത് അവസാനം കഴിഞ്ഞ നിയമസഭ ഏക കിടപ്പാട സംരക്ഷണ ബിൽ അംഗീകരിച്ചു. സന്തോഷകരമായൊരു കാര്യം, അത് ഗവർണർ ഒപ്പിട്ട് നിയമമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം വീടുകളെ സംരക്ഷിക്കുന്നതിനിടയാക്കും. ഇതിൻ്റെ ഭാഗമായി ബാങ്കിന് അടക്കേണ്ട പൈസ അടക്കേണ്ടതില്ല എന്ന നിലയൊന്നും വരുന്നില്ല. ഉള്ളൊരു പ്രശ്നം, ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. ഏക കിടപ്പാടമാണെങ്കിൽ വീട്ടിൽ അവർ താമസിക്കണം. അതിനുള്ള ഉറപ്പാണ് ഇതിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമായി മാറുമ്പോൾ നമ്മുടെ നാടിന് മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഓരോന്നും നടപ്പാക്കപ്പെടുന്നുവെന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. അതിൽ സന്തുഷ്ടരായിരിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളാകെ. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭൂതകാലം നമ്മുടെ നാടിനുണ്ട്. അതാണ് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ച കാലം. പക്ഷേ അവിടെ നിന്നാണ് ഇന്നത്തെ പ്രബുദ്ധ കേരളത്തിലേക്ക് നാം യാത്ര ചെയ്തത്. ഇത് പലവിധ ക്ലേശങ്ങൾ താണ്ടിയാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഐതിഹാസികമായ നവോത്ഥാന മുന്നേറ്റങ്ങൾ വഹിച്ച പങ്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ശരിയായ ഇടപെടൽ, നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കാർഷിക സമരങ്ങൾ, തൊഴിലാളി സമരങ്ങൾ, അതെല്ലാം നാടിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറിയതാണ്. ഇതിൻ്റെ ഭാഗമായി ഐക്യകേരളം രൂപപ്പെട്ടതിന് ശേഷം 1956 നവംബർ 1 ഐക്യകേരളം സാധ്യമാകുന്നത്. തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് വന്നു. അതിൽ EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ ജനങ്ങൾ അധികാരത്തിലേക്ക്. ആ സർക്കാരാണ് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് സാമ്പത്തികമായും ഭരണപരമായും അടിത്തറ പാകിയത് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അവിടെ അധികാരമേറ്റ് ഒരാഴ്ചക്കുള്ളിൽ ഒരു പ്രത്യേകമായ ഓർഡിനൻസ്, കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് ഇറക്കുകയുണ്ടായി. അത് കേവലമായ ഒരു സർക്കാർ ഉത്തരവല്ല. നമ്മുടെ നാട്ടിലെ അനേകായിരങ്ങൾ കണ്ണീരോടുകൂടി കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്ന ഭൂതകാലം, അതിനെതിരെ കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമൊക്കെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അതിൻ്റെ ഭാഗമായി
ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളും മറ്റ് മർദ്ദന നടപടികളും. എന്നാൽ EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് വിളിച്ച മുദ്രാവാക്യങ്ങൾ കേവലമായ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, നടപ്പാക്കാവുന്നവയാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് ഇറക്കുന്നത്. ഇവിടെ മണ്ണിൽ പണിയെടുക്കുന്നവർ തൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാനുള്ള അവകാശം സ്ഥാപിച്ചു കൊടുക്കുകയാണ് അതിലൂടെ ചെയ്തത്. ഇവിടെ ജാതി ജന്മി നാടുവാഴിത്തത്തിൻ്റെ നട്ടെല്ല് തകർത്ത ഭൂപരിഷ്കരണ നിയമത്തിന് വിത്തുപാകിയത്, വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കിയത്, അതെല്ലാം ആ സർക്കാരിൻ്റെ ചരിത്രപരമായ നേട്ടങ്ങളാണ്. ഇക്കാര്യത്തിൽ അടിപതറാതെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇടപെട്ടു എന്നതാണ് ആ സർക്കാരിൻ്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുക. തുടർന്ന് കേരളത്തിൽ ഇടവേളകളിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ പുരോഗമന സർക്കാരുകൾ പുതിയ കേരളം വാർത്തെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് കാണാൻ നമുക്ക് കഴിയും. 1967 കാർഷിക പരിഷ്കരണ ബില്ല്, അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഭൂമിയിൽ യഥാർത്ഥ ഉടമസ്ഥാവകാശം ലഭിച്ചത്. കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് കേരള മോഡൽ എന്ന രീതിയിൽ ലോകം വിശേഷിപ്പിച്ച കാര്യങ്ങൾക്ക് ഇടയാക്കിയത് ഈ തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായിരുന്നു. വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കപ്പെട്ട ഒട്ടേറെ നടപടികളുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഒരു പതിവ്, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റൊരു മുന്നണി അധികാരത്തിൽ വരികയുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായി നാം ഒന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഓർമ്മയിൽ വരുന്ന കാര്യം, ഒരു ഘട്ടത്തിൽ നല്ല വികസന മുന്നേറ്റം ഉണ്ടാകുന്നു, അടുത്ത ഘട്ടത്തിൽ വലിയ തകർച്ചയുണ്ടാകുന്നു. ഇതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും. അതിലൊന്നാണ് നേരത്തെ നാം രൂപം കൊടുത്തിരുന്ന ജില്ലാ പഞ്ചായത്തുകളുടെ അവസ്ഥ. 1987 പിന്നീട് വന്ന ഗവൺമെൻറ് അത് അട്ടിമറിക്കുന്ന നിലയുണ്ടായി. ഇവിടെ നമ്മുടെ നാടിൻ്റെ ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടി, വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച മാവേലി സ്റ്റോറുകൾ, പിന്നെ വാമന സ്റ്റോറുകളെ കൊണ്ട് പകരം വെക്കാൻ നോക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി. ജനകീയാസൂത്രണത്തിൻ്റെ ശോഭ
അത് എങ്ങനെയെല്ലാം കെടുത്താൻ പറ്റും എന്ന് പിന്നീട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് നമ്മുടെ നാട് മാത്രമല്ല, രാജ്യവും ലോകവും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രത്യേകതയായി കാണുന്ന കുടുംബശ്രീ, ആ കുടുംബശ്രീ അതിനു പകരം നമ്മുടെ സംസ്ഥാനത്ത് ജനശ്രീ എന്ന പേരിൽ ഒരു സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ലൈഫ് മിഷൻ്റെ പ്രവർത്തനം 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പ്രഖ്യാപനം നടത്തിയത് അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു മുന്നണിയുടെ സമുന്നതനായ നേതാവായിരുന്നു. അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചു കൊണ്ടുവന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ 4,70,000-ഓളം വീടുകൾ ഇപ്പോൾ നമുക്ക് പൂർത്തിയാക്കാനായത് 2021 നിങ്ങൾ തന്നെ തുടരൂ എന്ന് LDF-നോട് ജനങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലായിരുന്നെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുമായിരുന്നു. നമ്മുടെ സംസ്ഥാനം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുക, വികസിത രാജ്യങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തുക, ഇതാണ് നവകേരള നിർമ്മിതിയുടെ സുപ്രധാന ലക്ഷ്യമായി നാം കണ്ടത്. എന്നാൽ ഇപ്പോൾ നമുക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, ആ ലക്ഷ്യം ഏറെയൊന്നും അകലെയല്ല എന്ന്. കേരളത്തിലെ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിലയിലാണ് നിൽക്കുന്നത്. ഈ കുറവ് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മാത്രമല്ല, ഇവിടെ ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധം എന്ന് കണക്കാക്കുന്ന അമേരിക്കയിലെ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും എടുത്താൽ അതിനേക്കാളും കുറഞ്ഞ നിരക്കാണ് നമ്മുടെ കേരളത്തിന് നേടാനായിട്ടുള്ളത്. ഇതൊരു ചെറിയ നേട്ടമല്ല. നാം ശ്രദ്ധിക്കേണ്ടത് $167.9 ബില്യൺ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GDP. എന്നാൽ അമേരിക്കയുടേത് $30.51 ട്രില്യൺ ഉടമയാണ്. അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഭീമനാണ്. എങ്ങനെയാണ് അവരെ മറികടന്ന് നമുക്ക് മുന്നിലെത്താനായത്? അവരുടെ GDP-യുടെ 0.55% മാത്രമാണ് നമുക്കുള്ളത്. എന്നിട്ടും നമുക്ക് അമേരിക്കയെ മറികടക്കാനായി. ഇതാണ്
യഥാർത്ഥ കേരള സ്റ്റോറി. അമേരിക്കയിൽ 1,00,000 പ്രസവങ്ങളിൽ 22.3 അമ്മമാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. കേരളത്തിൽ അത് 18. കേരളത്തിൽ 1000 ജനനത്തിന് 5 ശിശുമരണമാണ് ഉണ്ടാകുന്നത്. അമേരിക്കയിൽ അത് 5.6. നമ്മുടെ സാക്ഷരതാ നിരക്ക് പരിശോധിച്ചാൽ 96.2% കേരളത്തിൻ്റെ സാക്ഷരത. അമേരിക്കയുടെ സാക്ഷരതാ നിരക്ക് 79%. നമ്മുടെ സംസ്ഥാനത്ത് ബഹുമുഖ ദാരിദ്ര്യം ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടു. ഇവിടെ 0.55%. എന്നാൽ അമേരിക്കയിലത് 5.68%. ഇതാണ് വ്യത്യാസം. ഒന്നുകൂടിയ സമ്പത്തല്ല, ജനങ്ങൾക്ക് നൽകുന്ന കരുതലും മുൻഗണനയുമാണ് ഒരു നാടിൻ്റെ യഥാർത്ഥ അളവുകോല് എന്നതാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളം ഒരു അത്ഭുതമാണ്. ഉത്തർപ്രദേശിൽ മാതൃമരണ നിരക്ക് 141. കേരളത്തിലത് നേരത്തെ പറഞ്ഞു 18. നീതി ആയോഗ് പറയുന്നു രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തുന്നു. രാജ്യത്ത് 100-ൽ 11 പേർ ദരിദ്രരാണ്. കേരളത്തിലെ 200-ൽ ഒരാളെന്ന നിലക്കാണ്. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സുസ്ഥിര വികസനത്തിലും ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും കേരളമാണ് മുന്നിട്ട് നിൽക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. രാജ്യത്ത് തൊഴിലാളിക്ക് ഏറ്റവും ഉയർന്ന ദിവസവേതനം ലഭിക്കുന്നത് കേരളത്തിലെന്നാണ്. നിർമ്മാണ മേഖലയിൽ ദേശീയ ശരാശരി 362 രൂപയാണ്. കേരളത്തിൽ 829 രൂപയാണ്. 300-ഉം 800-ഉം. ഇതാണ് തൊഴിലാളിയുടെ അന്തസ്സ്, തൊഴിലാളിയുടെ കുടുംബത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താനിടയാകുന്നത്. ഇന്ത്യ ടുഡേ പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും സന്തോഷമുള്ള ജനത കേരളത്തിലാണ് എന്നാണ്. ഇവിടെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. വികസനത്തിൻ്റെ സ്പർശം എല്ലാ പ്രദേശങ്ങളും അറിയണം. വികസനത്തിൻ്റെ സ്വാദ് എല്ലാവരും അനുഭവിക്കണം. വികസനം എന്നത് അമ്പരചുംബികൾ മാത്രമല്ല, മനുഷ്യൻ്റെ സന്തോഷം കൂടിയാണ്. ഇവിടെ പല കാര്യങ്ങൾ രാജ്യത്തിന് മാതൃകയായി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഗ്രഫീൻ സെൻറ്റർ, കൊച്ചിയിലെ വാട്ടർ മെട്രോ, ഇതെല്ലാം രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ളവയാണ്. നാം നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. നാളത്തെ
തലമുറക്ക് വേണ്ടിയുള്ള വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ കൂടിയാണ് നാം ശ്രമിക്കുന്നത്. ഇൻ്റർനെറ്റ് ഒരു മൗലികാവകാശമായി പ്രഖ്യാപിച്ച നാടാണ് നമ്മുടേത്. രാജ്യത്തെവിടെയും പച്ചക്കറിക്ക് താങ്ങുവില ഏർപ്പെടുത്തിയിട്ടില്ല. അതാദ്യമായി പ്രഖ്യാപിച്ചത് നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ പൊതുവായി സംസ്ഥാനങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ സ്കൂളിൽ നിന്നുള്ള ഒഴിഞ്ഞുപോക്ക് നിരക്ക് അത് ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇന്ത്യ സ്കിൽസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2024 ഒരു റിപ്പോർട്ട് തൊഴിൽ വൈദഗ്ധ്യമുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ജോലി ചെയ്യാൻ ഏറ്റവും മുൻഗണന നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് സ്കോറിൽ കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ്. നമ്മുടെ സ്കോറ് 0.758 ആഗോള ശരാശരി 0.754. അതിൻ്റെയും മുകളിലാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നാം നിൽക്കുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ, അതായത് ഭൗതിക ജീവിത നിലവാര സൂചിക 95.34 സ്കോറോടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതായി നിൽക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, നമ്മുടെ നഗരങ്ങൾ തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, തൃശ്ശൂർ, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട് ഇങ്ങനെയുള്ള നഗരങ്ങൾ രാജ്യത്തെ ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ തുടങ്ങിയ മെട്രോ നഗരങ്ങളെക്കാൾ മുന്നിലാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, വായുവിൻ്റെ ഗുണനിലവാരം, പൊതുസൗകര്യങ്ങൾ, കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് ഇതെല്ലാമാണ് കേരളത്തിൻ്റെ നേട്ടത്തിന് കാരണം. രാജ്യത്തിൻ്റെ ദേശീയ ശരാശരി ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണ്. പൊതുസുരക്ഷ, ലിംഗസമത്വ മനോഭാവം ഈ കാര്യങ്ങളിലെല്ലാം മികച്ച പ്രകടനമാണ് നമ്മുടെ നാട് കാഴ്ചവെക്കുന്നത്. ഇവിടെ UNDP വിദ്യാഭ്യാസ സൂചികയിൽ ഉയർന്ന സാക്ഷരതയും സ്കൂൾ പഠന വർഷങ്ങളും സംബന്ധിച്ച കേരളത്തിൻ്റെ സ്കോർ 0.77. രാജ്യത്തിൻ്റെ സ്കോർ 0.56. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഇൻഡെക്സിൽ കേരളം വലിയ മുന്നേറ്റമാണ് നടത്തിയത്. 2022 സ്റ്റേറ്റ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൽ 30 പരിഷ്കരണ മേഖലകളിൽ 9 എണ്ണത്തിൽ കേരളത്തെ ടോപ്പ് അച്ചീവറായി തിരഞ്ഞെടുത്തു. തൊഴിൽ സേനയിലെ സ്ത്രീ പങ്കാളിത്തം 2021 32.3%. 23-24 ആയപ്പോൾ അത് 36.4% ഉയർത്താൻ നമുക്ക് കഴിയും. സാമൂഹിക പുരോഗതി സൂചികയിൽ കേരളത്തിൻ്റെ സ്കോർ 65.2. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിലാണ്. ദേശീയ ശരാശരി 58.3. നമുക്കറിയാം, ലോകമാകെ സ്തംഭിച്ചുപോയ കോവിഡ് കാലത്ത് കേരളത്തിൻ്റെ പ്രതിരോധം ആഗോള മാതൃകയായി തന്നെ പ്രകീർത്തിക്കപ്പെട്ടു. അന്ന് വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ച
പ്രയാസം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ആ തോതിൽ അനുഭവിക്കേണ്ടി വന്നില്ല. ഇവിടെ കേരളം വ്യാവസായികമായി മുന്നേറില്ലെന്നും ഇവിടുന്ന് വ്യവസായങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക എന്നുമൊക്കെ ചിലർ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ഉയർന്ന കൂലി ഇവിടുത്തെ ജനങ്ങളുടെ ജീവന നിലവാരവും മാനവ വികസന സൂചികയും ഉയർത്തി. അതേസമയം വ്യവസായ മേഖല നല്ല രീതിയിൽ ശക്തിപ്പെട്ടു വരികയും ചെയ്തു. 1980-കളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശരാശരി ആയുർദൈർഘ്യം 52 കേരളത്തിൽ 66 ഉയർത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഇവിടെ സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നുവെന്ന് യൂണിസെഫ് പഠനം പോലും വ്യക്തമാക്കിയതാണ്. ഇതെല്ലാം ഇടയാക്കിയത് ഒന്ന് ഭൂപരിഷ്കരണം, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നമ്മുടെ നാടിന് നൽകിയ പിന്തുണ, അതിനിടയാക്കിയത് നേരത്തെ പറഞ്ഞ 1957-ലെ EMS സർക്കാർ സാർവത്രിക വിദ്യാഭ്യാസം, അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ സ്ഥാപിച്ചു എന്നുള്ളത്. അതിൻ്റെയൊന്നും മറ്റ് വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷ മാത്രമല്ല, സമൂഹത്തിൻ്റെ ആകെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാണ് ഇത്തരം നടപടികൾ ഇടയാക്കിയത്. അതുകൊണ്ടാണ് നോബൽ സമ്മാന ജേതാവ് അമർത്യ സെൻ കേരള മാതൃകയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസം, ഭൂപരിഷ്കരണം, സ്ത്രീ ശാക്തീകരണം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിൻ്റെ ബോധപൂർവമായ പൊതു ഇടപെടലുകൾ ഈ വിജയത്തിന് കാരണമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ സാമൂഹിക പുരോഗതിയുടെ ആണിക്കല്ല് നാം കാണേണ്ടത് നവോത്ഥാന കാലത്തെ പിന്തുടർന്നുകൊണ്ട് നാം നടപ്പാക്കിയ, നാം തുറന്നു വന്ന, കേരളം തുറന്നു വന്ന നയസമീപനങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ സവിശേഷമായ മതസൗഹാർദ്ദ പാരമ്പര്യം, ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്തേരെ വാഴുന്ന ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റിത്തീർത്തു. അതിലൂടെ നാം ഒരു വലിയ ഐക്യനിരയെയാണ് കെട്ടിപ്പടുത്തത്. വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയതിൽ ഈ ഐക്യത്തിന് നിർണായക പങ്കുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാരഥന്മാരുടെ സാമൂഹ്യ പരിഷ്കരണ സന്ദേശങ്ങൾ കേരളത്തിൻ്റെ നയരൂപീകരണങ്ങളിൽ ഇന്നും പ്രതിധ്വനിക്കുന്നു. ഇതാണ് ഈ നാടിൻ്റെ ശക്തിസ്തംഭം എന്നത് നാം തിരിച്ചറിയണം. നമ്മുടെ സഹോദരങ്ങളിൽ ആരും പട്ടിണി കിടക്കുകയോ കിടപ്പാടമില്ലാതെ അലയുകയോ ചികിത്സ കിട്ടാതെ മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് നാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന ഈ ദൗത്യം ഏറ്റെടുത്തത്. ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വിശദമായി കടക്കേണ്ടതില്ല, ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം നേടിയിട്ടുള്ള ഈ നേട്ടം എല്ലാ കേരളീയർക്കും
കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് കേവലമായ ഒരു ക്ഷേമ പദ്ധതിയല്ല, ചാരിറ്റി പ്രവർത്തനമല്ല. ഇത് കാണേണ്ടത് ഇത് ആരുടെയും ഔദാര്യവുമല്ല. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക സമത്വമെന്ന അടിസ്ഥാന മൂല്യത്തിൻ്റെ പ്രായോഗിക സാക്ഷാത്കാരമാണ്. പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. ആ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ഇവിടെ പറയുകയുണ്ടായി 4 ലക്ഷത്തോളം ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ അവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഓരോ വീട്ടിലും കയറിയിറങ്ങി ഓരോ ജീവിതവും തൊട്ടറിഞ്ഞു. തൻ്റെ അയൽവാസി പട്ടിണിയിലാണോ എന്ന് മനസ്സിലാക്കി നടത്തിയ ബൃഹത്തായ ഒരു ജനകീയ പ്രക്രിയ. അതിലൂടെയാണ് ഈ യജ്ഞത്തിന് തുടക്കമിട്ടത്. ഇവിടെ ക്ലേശഘടകങ്ങളെ പറ്റി പറഞ്ഞു. ഭക്ഷണം, ആരോഗ്യം, വരുമാനം, വാസസ്ഥലം. ഇത് ഗ്രാമസഭകളുടെ അംഗീകാരത്തോടെയാണ് ഇത്രയും 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത്. ഇവിടെ സാധാരണ തരത്തിലുള്ള സാമ്പ്രദായിക രീതിയല്ല അംഗീകരിച്ചത്. എല്ലാ കുടുംബങ്ങൾക്കും ഒരേ സഹായം നൽകുന്ന സാമ്പ്രദായിക രീതിയുണ്ട്. അതിനു പകരം ഓരോ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊക്കുന്ന അവരുടെ സവിശേഷ പ്രശ്നങ്ങൾ വിശകലനം ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ ഉറപ്പാക്കുന്ന ഓരോ കുടുംബത്തെയും കുറിച്ചുള്ള മൈക്രോ പ്ലാനുകളാണ് രൂപപ്പെടുത്തിയത്. ഇപ്പോൾ അസുഖം ബാധിച്ച് കിടപ്പിലായ, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ഒരമ്മയ്ക്ക് വേണ്ടത് പെൻഷൻ തുക മാത്രമല്ല, കൃത്യമായ സമയത്ത് മരുന്ന് വീട്ടിലെത്തുന്നു എന്ന ഉറപ്പാണ്. അത് നാം പാലിയേറ്റീവ് കെയർ വഴി ഉറപ്പാക്കി. ഒറ്റക്ക് താമസിക്കുന്ന, പാചകം ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു വയോധികന് ആവശ്യമായിട്ടുള്ളത് റേഷൻ കിറ്റല്ല, പാചകം ചെയ്ത ആഹാരമാണ്. അത് നാം ജനകീയ ഹോട്ടലുകൾ വഴി അവരുടെ വീട്ടിലെത്തിച്ചു. ഇങ്ങനെ ഓരോ കുടുംബത്തിനും വേണ്ട കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പട്ടികയിലുള്ള ഒരു കുടുംബം പോലും ഒരു നേരത്തെ ആഹാരത്തിനായി കൈനീട്ടേണ്ടി വരുന്നില്ല എന്ന ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞു. 2022 ഏപ്രിൽ 1 മുതൽ ഇതാണ് അവസ്ഥ. ഇവിടെ പറഞ്ഞു 20,648 കുടുംബങ്ങൾക്കാണ് ആഹാരം ഉറപ്പാക്കിയത്. 2,210 കുടുംബങ്ങൾക്ക് പാചകം ചെയ്ത ഭക്ഷണം വീട്ടിലെത്തിക്കുകയാണ്. റേഷൻ കാർഡ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് ഇതൊന്നുമില്ലാതെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അദൃശ്യമായി പോയ മനുഷ്യർക്ക് 21,263 അടിയന്തര സേവനങ്ങൾ അതിവേഗം ലഭ്യമാക്കി അവരെ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി. 85,721 വ്യക്തികൾക്ക് ചികിത്സയും മരുന്നും നൽകി.
5777 പേർക്ക് പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നു. ഉജ്ജീവനം പോലുള്ള പദ്ധതികളിലൂടെ 4394 കുടുംബങ്ങൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള സഹായം നൽകി. സുരക്ഷിതമായ വീട് ഒരു സ്വപ്നമായിരുന്നവർക്ക് അത് യാഥാർത്ഥ്യമാക്കുന്നു. 5400-ലധികം പുതിയ വീടുകൾ പൂർത്തിയാക്കുകയോ നിർമ്മിക്കുകയോ ചെയ്തു. 5522 വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. ആരും പിന്നിലാവരുത് എന്നത് ഒരു മുദ്രാവാക്യമായിരുന്നില്ല. അത് ഈ സർക്കാരിൻ്റെ നയപരമായ ഉറപ്പാണ്. അതിലുപരി ജനങ്ങളോടുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമാണ്. ഇന്ന് ഈ കേരള പ്രവചനത്തിൽ ആ ഉറപ്പ് പാലിച്ചിരിക്കുന്നതിൽ പരം അഭിമാനം എന്താണുള്ളത്? 2016 മുതൽ സർക്കാർ ക്ഷമയോടെയും നിശ്ചയദാർഢ്യത്തോടെയും നടപ്പാക്കി വരുന്ന സമഗ്രമായ ജനകീയ വികസന നയങ്ങളുടെ തുടർച്ചയും ഫലവുമാണ് ഈ നേട്ടം. 2016 അധികാരമേൽക്കുമ്പോൾ വികസന മരവിപ്പ് ബാധിച്ച കേരളത്തെയായിരുന്നു നാം കണ്ടിരുന്നത്. തകർന്ന റോഡുകൾ, തകരാനിരിക്കുന്ന പാലങ്ങൾ ഈ നാടിൻ്റെ പ്രതീകമായിരുന്നു. ദേശീയപാത വികസനം അസാധ്യമെന്ന് കണ്ട് ദേശീയപാത അതോറിറ്റി അതിൻ്റെ ഓഫീസ് അടച്ചുപൂട്ടി കേരളം വിട്ടു. 600 രൂപ മാത്രമായിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസത്തോളം കുടിശ്ശികയായി. പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു. സർക്കാർ ആശുപത്രികൾ സൗകര്യങ്ങളും മരുന്നുകളുമില്ലാതെ പ്രതിസന്ധിയിൽ. വികസനവും വളർച്ചയും മുരടിച്ച് നാട് വിറങ്ങലിച്ചു നിന്ന അവസ്ഥ. ഓർക്കണം, നാം അവിടെ നിന്നാണ് തുടങ്ങിയത്. 2016 ക്ഷേമ പെൻഷൻ 600 രൂപ, 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തതിന് ശേഷം അന്ന് തൊട്ട് വർധനകൾ 600 നിന്ന് പടിപടിയായി 1600, ഇപ്പോൾ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. 60 ലക്ഷം പേർക്കാണ് മുടങ്ങാതെ ഇത് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ പെൻഷൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഏതെല്ലാം 45 രൂപ വെച്ച് 1980 നായനാർ സർക്കാർ തുടങ്ങിയതാണിത്. എന്നാൽ പിന്നീട് വന്ന സർക്കാർ ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല. അതിൽ പിന്നീട് 45-60 ആക്കുന്നത് പിന്നീട് വന്ന നായനാർ സർക്കാരാണ്. പിന്നീടത് 120 പോയി, പിന്നീടത് 500 പോയി. ഇതെല്ലാം വ്യത്യസ്ത ഘട്ടങ്ങളിൽ വന്ന LDF സർക്കാരുകളായിരുന്നു. എന്നാൽ ആ 500 രൂപ ഉണ്ടായിരുന്ന ആ പെൻഷൻ 600 രൂപയാക്കി 100 രൂപ വർദ്ധിപ്പിക്കാൻ ആദ്യമായി 2011-16 കാലത്തുള്ള സർക്കാർ തീരുമാനിച്ചു. പക്ഷേ അത് കടലാസിലായിരുന്നു. ആ 600 രൂപയാണ് 18 മാസത്തെ കുടിശ്ശികയായി കിടന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വീടുകളുടെ നില നോക്കിയാൽ 4,68,436 വീടുകളാണ് ലൈഫ് മിഷനിലൂടെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇത് ഓരോ കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വവും അന്തസ്സും വർദ്ധിപ്പിച്ച നടപടിയാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികളാണ് പുതുതായി വന്നു ചേർന്നത്. 2021 അതിൻ്റെ കൃത്യമായ വളർച്ച
ഉറപ്പാക്കി. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അഭൂതപൂർവമായ നേട്ടങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ 2 യൂണിവേഴ്സിറ്റികൾ A++ ഗ്രേഡിലാണ് നിൽക്കുന്നത്. രാജ്യത്തെ യൂണിവേഴ്സിറ്റികളുടെ റാങ്ക് പരിശോധിച്ചാൽ നമ്മൾ രാജ്യത്തെ 12 യൂണിവേഴ്സിറ്റികളിൽ 3 കേരളത്തിലാണ്. അത് 9, 10, 11 കേരള, കൊച്ചി, ഗാന്ധി. 50 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ 43-ാം സ്ഥാനത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിൻ്റെ ഭാഗം കാണിക്കുന്നതാണ്. രാജ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 16 കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ്. ഈ അടുത്ത നാളിൽ കേരളത്തിലെ മാധ്യമങ്ങളൊരു കാര്യം റിപ്പോർട്ട് ചെയ്തു. കേരളത്തിലേക്ക് വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു. ഇത്തവണ വലിയ തോതിൽ അപേക്ഷ വർദ്ധിച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ ശാക്തീകരിക്കാൻ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റാൻ ബോധപൂർവം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, കോഴ്സ് കഴിഞ്ഞവരും ഇപ്പോൾ പഠിക്കുന്നവരും IT+2, ITI, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരുണ്ടാവും. ജോലി, മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള യുവജനങ്ങൾക്ക് നാം വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ഈ അടുത്ത ദിനം പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ സംസ്ഥാനത്ത് 5 ലക്ഷം യുവതീ-യുവാക്കൾ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർ ഇതിന് അർഹതയുള്ളവരായിട്ടുണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആർദ്രം മിഷനിലൂടെ നമ്മുടെ ആരോഗ്യരംഗം വലിയ തോതിൽ മാറി വരികയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത് മാത്രമല്ല, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്ന നില വന്നിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാനും തയ്യാറാക്കുന്നു. ഇവിടെ നമ്മുടെ സഹോദരിമാർ, വീട്ടിൽ ജോലിയെടുക്കുന്നവർ, ആ ജോലി സാധാരണഗതിയിൽ ഒന്നിനും കണക്കാക്കാറില്ല. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നൂതനമായ ഒരു പദ്ധതിയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണത്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുകയാണ്. ഇന്നത്തോടുകൂടി അത് നടപ്പാകുമെന്ന് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് 31,34,000 സ്ത്രീകൾ വരുമെന്നാണ് സർക്കാർ ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. ഇവിടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ ദേശീയപാത വികസനം ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഈ ഡിസംബറോടുകൂടി ദേശീയപാതയുടെ നല്ലൊരു ഭാഗം പൂർത്തിയാവുകയും ജനുവരിയിൽ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ
മാർച്ചോടുകൂടി പൂർത്തിയാക്കാനാവണം എന്ന നിർദ്ദേശവും നമ്മുടെ നാഷണൽ ഹൈവേ നൽകിക്കഴിഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനന്തമായ വികസനത്തിന് വാതായനം തുറന്ന ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം. അതിൻ്റെ ഭാഗമായി നാം നടപ്പാക്കുന്ന ഇവിടുത്തെ റോഡ്, ആ റോഡിൻ്റെ നിർമ്മാണം അടുത്ത ഡിസംബറോടുകൂടി ആരംഭിക്കാൻ കഴിയുമെന്ന്, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നാഷണൽ ഹൈവേയുടെ മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തി അതിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ റിംഗ് റോഡിൻ്റെ സമീപ പ്രദേശങ്ങളിൽ 3000 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന ഒട്ടേറെ വികസന പദ്ധതികൾ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഉതകുന്നതായിരിക്കും. ഇവിടെ ഉപേക്ഷിച്ചു പോയ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. എടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മെട്രോ, കൊച്ചി മെട്രോ നല്ല നിലക്ക് നടക്കുകയാണ്, അതിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ മെട്രോ, അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു, ഭരണാധികാരികൾ വരുന്നു. രാജ്യങ്ങൾ, നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള അനേകം രാജ്യങ്ങൾ വാട്ടർ മെട്രോയെക്കുറിച്ച് അറിഞ്ഞ് അത് പഠിക്കുന്നതിനും അവരുടെ നാട്ടിൽ നടപ്പാക്കുന്നതിനും വേണ്ടി ഇവിടെ വന്ന് ചർച്ച നടത്തുന്നു. നമ്മുടെ തോന്നക്കല്ലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ദേശീയ തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ പ്രശസ്തമായ രീതിയിലേക്ക് ഉയരാനാണ് പോകുന്നത്. അതേപോലെ നമ്മുടെ ഗതാഗത രംഗത്ത് തീരദേശ് ഹൈവേ, മലയോര ഹൈവേ, അവിടങ്ങളിൽ നമ്മുടെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് 10,000 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനം ചെലവിടുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് വൻകിട പദ്ധതികൾ നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. കിഫ്ബി വലിയ തോതിൽ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2016 കിഫ്ബിയെ പുനർജീവിപ്പിക്കുമ്പോൾ അന്ന് 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്, പശ്ചാത്തല സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 21 50 62,000 കോടി. ഇപ്പോൾ അത് 90,000 കോടി. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്ന നിലനാട്ടിൽ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ റോഡുകൾ, പാലങ്ങൾ. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ 150 പുതിയ പാലങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പാലത്തിൻ്റെയും അനുഭവം വലിയ തോതിൽ ജനങ്ങൾ തടിച്ചു കൂടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ. വയനാട് തുരങ്കപാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ ചെന്നപ്പോൾ നാടാകെ അവിടെ ഒഴുകിയെത്തിയ അവസ്ഥയായിരുന്നു. ഇതുപോലുള്ള അനേകം പദ്ധതികളാണ് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇന്ന് സങ്കല്പങ്ങളല്ല, കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളായി മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരത്തെ വിറ്റഴിക്കാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ ആ സ്ഥാപനങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നു, ലാഭകരമാകുന്നു. കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുന്ന സ്ഥാപനങ്ങളെ അടക്കം നാം ഏറ്റെടുത്ത് അത് വിലക്ക് വാങ്ങി അടക്കം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഒരുപാട് വെല്ലുവിളികളാണ് ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടതായി വന്നത്. വലിയ
പ്രളയം, മഹാമാരി, അങ്ങനെ പലതും. ഇതിൻ്റെ എല്ലാം പ്രതിസന്ധികൾ നമ്മെ തകർത്ത് കളയുമായിരുന്നു. ആ ഘട്ടത്തിൽ നമുക്കാവശ്യമായ സഹായം ലഭിച്ചില്ല എന്നത് നമ്മുടെ ഒരു ദുരനുഭവമാണ്. ഏത് നാടിനും ഇത്തരം ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ആവശ്യമായ സഹായം ലഭിക്കണം. പക്ഷേ നമുക്ക് നേരെ വിപരീത അനുഭവമാണ് ഉണ്ടായത്. വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകാത്തത്. നമ്മുടെ നാട് തകർന്നു പോകുമോ എന്ന ആശങ്കയുയർന്നു വന്ന വിവിധ ഘട്ടങ്ങൾ. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകളാണ് നാം നടത്തിയത്. നാം പുറകോട്ട് പോയില്ല. ഈ കാണുന്ന എല്ലാ നേട്ടങ്ങളും ഇത്തരം പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിച്ചില്ല. പക്ഷേ സർക്കാർ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു. അവിടെയുള്ള ദുരന്തബാധിതരായവരെ വലിയ തോതിൽ പുനരധിവസിപ്പിക്കും. ആ പുനരധിവാസ നടപടികൾ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് നവംബർ 1, അടുത്ത മാസം ഡിസംബർ, പിറ്റത്തെ മാസം ജനുവരി. ആ ജനുവരിയിൽ അവിടെയുള്ള പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് പൂർത്തിയാക്കി ആ വീടുകളിൽ ആളുകളെയും കുടുംബങ്ങളെയും താമസിപ്പിക്കുമെന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതാണ് കേരളം. ഒരു പ്രതിസന്ധിക്കും നമ്മെ തകർക്കാനാവില്ല. കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും. അതിനു മുന്നിൽ ഒരു പ്രതിസന്ധിയും തടസ്സമല്ല. നമ്മുടെ മുന്നിൽ അസാധ്യമായ ഒന്നുമില്ല എന്നതാണ് നാം ഈ ഓരോ ഘട്ടത്തിലും തെളിയിച്ചിട്ടുള്ളത്. പക്ഷേ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പ്രവൃത്തികൾ നല്ല രീതിയിൽ തുറന്നു കാട്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു നാടിനോടും ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ് എന്നത് നാം ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. ഇന്ന് നാം ഇവിടെ പ്രഖ്യാപിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരളം ലോകത്തിന് മുന്നിൽ വെക്കുന്ന ജനപക്ഷ ബദൽ വികസന മാതൃകയുടെ വിജയമാണ്. അതാണിതിൻ്റെ പ്രത്യേകത. നമ്മുടെ ബദൽ നയം എങ്ങനെയെല്ലാം ജനപക്ഷമാകുന്നു, ജനപക്ഷ വികസനമാകുന്നു എന്നതിൻ്റെ ഉദാത്തമായ തെളിവായിട്ടാണിത് മാറുന്നത്. നവ ഉദാരവൽക്കരണ നയങ്ങൾ രാജ്യത്ത് അസമത്വം വർദ്ധിപ്പിക്കുകയാണ്. സമ്പത്ത് ചിലരുടെ കൈകളിൽ മാത്രം കുന്നുകൂടാൻ ഇടയാക്കുന്നു. ആ ഒരു രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ആർദ്രതയുള്ള സമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ക്ഷേമമാതൃക സാധ്യമാണെന്ന് കേരളം നെഞ്ചുവിരിച്ച് തല ഉയർത്തി ലോകത്തോട് പറയുകയാണ്. ഇത് കേവലമായ സർക്കാരിൻ്റെ നേട്ടമായി ഞങ്ങൾ കാണുന്നില്ല. എല്ലാ പ്രതിസന്ധികളെയും ഐക്യത്തോടെ നേരിട്ട നവകേരളത്തിനായി നിലകൊണ്ട ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടേതുമാണ് ഈ നേട്ടങ്ങൾ. തൻ്റെ അയൽ വീട്ടിലെ അതിദരിദ്ര കുടുംബത്തെ കണ്ടെത്തിയ കുടുംബശ്രീ പ്രവർത്തകയുടേതാണ് ഈ വിജയം. അവർക്ക് മരുന്നെത്തിച്ച സന്നദ്ധ പ്രവർത്തകൻ്റേതാണ്. ഈ ജനകീയ യജ്ഞത്തിൽ പങ്കാളികളായ ഓരോ ഉദ്യോഗസ്ഥൻ്റേതാണിത്. എല്ലാറ്റിനും ഉപരി സർക്കാരിന് വിശ്വാസമർപ്പിച്ച നിങ്ങൾ ഓരോരുത്തരുടേതുമാണ് ഈ വിജയം. നമ്മുടെ ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു അവസാനമല്ല, ഒരു തുടക്കമാണ്. ആകസ്മികമായ പ്രതിസന്ധികളിൽ അകപ്പെടുന്നവർക്ക് പോലും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമ്പൂർണമായ ഒരു സാമൂഹിക ഘടന സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ജനകീയ ബദൽ ഇതൊരു നയമാണ്. ഒരു തടസ്സവുമില്ലാതെ തുടരേണ്ടത് ഈ നാടിൻ്റെ അനിവാര്യതയാണ്. ആ
നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നാടിനെ വിഭജിക്കുന്ന, പിന്നോട്ട് വലിക്കുന്ന എല്ലാ ശക്തികളെയും ഒറ്റക്കെട്ടായി ചേർത്ത് കൂടുതൽ ഐശ്വര്യപൂർണമായ, സമത്വസുന്ദരമായ ഒരു നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി ഇവിടെ നടത്താൻ പോകുന്നത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ റിപ്പോർട്ട് പ്രകാശനമാണ്. ഈ റിപ്പോർട്ട് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശിപ്പിക്കും. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.